സബർമതി ആശ്രമം ഒരിക്കല് മഹാത്മാഗാന്ധിയെ ഒരു ചെറുപ്പക്കാരി സമീപിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യയാകണമെന്ന് അപേക്ഷിച്ചു. അദ്ദേഹം അവളെ ആശ്രമത്തിൽ സ്വീകരിച്ചു. എന്നിട്ട് ആശ്രമത്തിന്റെ മാനേജറെ വിളിച്ചിട്ട് അവൾക്കൊരു ജോലി കൊടുക്കണമെന്നാണ്. അവൾക്ക് കിട്ടിയ ജോലി 80 വയസ്സ് കഴിഞ്ഞ വൃദ്ധനായ ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കുകയായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട മനോനില നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അയാള്. പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോൾ മലമൂത്ര വിസർജനത്തില് കിടക്കുന്ന മനുഷ്യൻ. അയാളെ വൃത്തിയാക്കിയെടുക്കാൻ അവള് നന്നേ കഷ്ടപ്പെട്ടു. പക്ഷെ അതിലും ബുദ്ധിമുട്ട് അയാള് പറഞ്ഞുകൊണ്ടിരുന്ന അസഭ്യ വാക്കുകളായിരുന്നു. കുറെ നാൾ കഴിഞ്ഞ് ഗാന്ധി ഇയാളുടെ മുറിയുടെ സമീപത്തൂടെ പോയപ്പോൾ അകത്തേക്ക് നോക്കിയപ്പോൾ ഇയാളുടെ അസഭ്യ വാക്കുകൾ കേട്ട് ഇവള് നിന്ന് കരയുകയായത്. ഉടനെ തന്നെ ഗാന്ധി മാനേജറെ വിളിച്ച് അവക്ക് ജോലി മാറ്റിക്കൊടുക്കണമെന്ന് പറയും. ഇതാണ് അവക്ക് കിട്ടിയ ജോലി. തോട്ടത്തിലെ ചെടികൾക്ക് വെള്ളമൊഴിക്കുക, അവയെ ശുശ്രൂഷിക്കുകയായിരുന്നു. അതവക്ക് ഇഷ്ടമായിരുന്നു. മുന്നോട്ട് പോയപ്പോൾ ഇവൾക്കൊരു കൗതുകം. പണ്ട് താൻ ചെയ്തിരുന്ന ജോലി ഇപ്പോൾ ആരാണ് ചെയ്യുന്നതെന്നറിയാൽ. പിറ്റേ ദിവസം രാവിലെ ഇവളെ ചെന്ന് നോക്കിയപ്പോൾ മനോനില നഷ്ടപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട ഈ വൃദ്ധനെ കുളിപ്പിച്ച് ശുശ്രൂഷിക്കുന്നത് ഗാന്ധിയാണ്. ഈശോയെക്കുറിച്ച് പറയുന്നത് നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ഇതിനുശേഷം ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ ആവശ്യപ്പെടുമ്പോൾ അയാൾ പറയുന്ന കാര്യമുണ്ട്. എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് വരിക എന്ന് പറയുമ്പോൾ വരുന്നു, പോവുക എന്ന് പറയുമ്പോൾ പോകുന്നു. ഈശോയുടെ ശിഷ്യർക്ക് അന്ന് ഇന്നും ഉണ്ടാകുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഈ അധികാരം എന്ന് പറയുന്നത് ശതാധിപൻ പറയുന്നതാ. കീഴെയുള്ളവരോട് വരാൻ പറയുമ്പോൾ വരുന്നു, പോകാൻ പറയുമ്പം പോകുന്നു. ഇത് ചെയ്തില്ലെങ്കിലോ അവർക്ക് ശിക്ഷ ഏർപ്പെടുത്തുന്നു. പക്ഷെ കൃത്യമായിട്ട് ഈശോ ഇതിനെ നിഷേധിച്ച് പറയുന്നുണ്ട്. സെബദീ പുത്രന്മാരാണ് ഇത്തരം ഒരാശയം മുന്നോട്ട് വെക്കുമ്പോൾ ഈശോ പറയുന്നു, വിജാതീയരുടെ ഇടയിൽ അധികാരികൾ ആധിപത്യം പുലർത്തുന്നു, താഴെയുള്ളവരുടെ മേല് അധികാരം ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനും വേലക്കാരനുമാകണം. ഇതാണ് ഈശോയുടെ ആധികാരികതയുടെ, അധികാര രീതിയുടെ നിർവചനം. അതിന് കാരണമായിട്ട് ഈശോ പറയുന്നതോ എന്തെന്നാൽ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അങ്ങനെ ശുശ്രൂഷിച്ച് അനേകരുടെ മോചനദ്രവ്യമായി മാറാനുമാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഉടനെ തന്നെ ഈശോയോട് ചോദിക്കുന്നത് അന്നത്തെ മത അധികാരികൾ സൻഹദ്രിന, എന്തധികാരത്താലാണ് നീതി ചെയ്യുന്നത്? ആരാണ് നിനക്കിതിന് അധികാരം തന്നത്? അപ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടിയുണ്ട്. സ്നാപകന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു മുന്തിരിത്തോട്ടത്തിന്റെയും പാട്ടകൃഷിക്കാരന്റെയും കഥയിലൂടെ ഈശോ പറയുന്നത് കൊല്ലപ്പെടുന്ന പുത്രന്റെ അധികാരമാണ് എന്റേത്. ഇതാണ് ഉത്തരം. കൊടുത്തു അവസാനം സ്വന്തം ജീവൻ പോലും മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുന്ന പുത്രന്റെ, മനുഷ്യപുത്രന്റെ അധികാരമാണ് എന്റേത്. ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവരുടെ മേലല്ല ആധിപത്യം, മറ്റുള്ളവരെ അല്ല കീഴ്പ്പെടുത്തുന്നത്. ആധിപത്യം പുലർത്തുന്നത് അവനവനിൽ തന്നെയാണ്. നിന്റെ സ്വാർത്ഥതയെ, നിന്റെ ഈഗോയെ, നിന്റെ അഹത്തെ കീഴ്പ്പെടുത്തുന്നിടത്താണ് നീ ആധികാരികതയിലേക്ക് ഉയരുന്നത്, ഈശോയുടെ ആധികാരികത സ്വന്തമാക്കുന്നത്. ഫെബ്രുവരി 28 വരെ എറണാകുളം ദർബാർ ഹാളിൽ നടക്കുന്ന ഒരു പ്രദർശനമുണ്ട് മഹാത്മാഗാന്ധിയെക്കുറിച്ച്. അത് സംഘടിപ്പിക്കുന്നവരിൽ ഒരുവനായ ഗോപികൃഷ്ണൻ പങ്കുവയ്ക്കുന്ന ഒരു കുറിപ്പുണ്ട്. നവഖലി കത്തിയെരിയുന്ന സമയത്ത് ഗാന്ധിജി ക്യാമ്പ് ചെയ്തിരുന്നത് ശ്രീരാംപൂരിലാണ്, ഒരു തകരക്കുടിലിൽ. 1946 ഡിസംബർ 17 വെളുപ്പിന് 3:20 ഗാന്ധി ഒച്ച ഉയർത്തി സുശീല നയ്യാരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഗാന്ധിജിയുടെ മുറിയിൽ നിന്നും നീണ്ട കരച്ചിൽ കേട്ട്, അതിനുശേഷം ആരുടെയോ ശരീരത്തിൽ 2 പ്രാവശ്യം ആഞ്ഞടിക്കുന്ന ശബ്ദവും ഞാൻ കേട്ടു. ഞാൻ ഗാന്ധിജിയുടെ മുറിയിലേക്ക് ഓടിച്ചെല്ലുക പോലും ചെയ്തു. വാതിൽക്കലെത്തിയപ്പോൾ പുറം ചുമരിൽ ചാരി ഗാന്ധിജി ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം കണ്ണുകൾ അടച്ചിരുന്നു. കണ്ണീർ കവിളിലൂടെ കുതുകുതാ ഒഴുകുന്നുണ്ടായിരുന്നു. 78 വയസ്സായ ഈ വൃദ്ധൻ എന്തിനാണ് കരഞ്ഞതെന്നോ ആരെയാണ് അടിച്ചതെന്നോ ആരും ആരാഞ്ഞില്ല. 20-ാം തീയതി കുളിക്കാനിരിക്കുന്ന സമയത്ത് നിർമ്മൽ കുമാർ ബോസ് രണ്ടും കൽപ്പിച്ച് ഗാന്ധിയോട് ചോദിച്ചു, താങ്കൾ എന്നോട് ക്ഷമിക്കുമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ആ ദിവസം താങ്കൾ സുശീല നയ്യാരെ അടിച്ചോ? വിഷാദത്തിന്റെ ഒരു പുഞ്ചിരി ആ മുഖത്ത് വിരിഞ്ഞു. തലയാട്ടി ഗാന്ധി പറഞ്ഞു, ഇല്ല,
ഞാൻ എൻ്റെ തലയിൽ തന്നെ അടിക്കുകയായിരുന്നു. കത്തിയെരിയുന്ന നവഖലിയിൽ സമാധാനം കൊണ്ടുവരണമെങ്കിൽ കാൽനടയായി നവഖലി നിവാസികൾക്ക് നടുവിലൂടെ നടക്കണമെന്ന് ഗാന്ധിജി നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഗാന്ധിയുടെ താണുകൊണ്ടിരുന്ന ആരോഗ്യനില പരിഗണിച്ച് ഒരു ഡോക്ടർ എന്ന നിലയിൽ അത് തടയാൻ സുശീല നയ്യാർ ശ്രമിച്ചു. ആ യാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടറെ ബോധിപ്പിക്കാൻ ഗാന്ധിയും ശ്രമിച്ചു. ഒരു കാരണവശാലും അത്തരയൊരു യാത്ര അനുവദിക്കില്ലെന്ന് സുശീല നയ്യാർ പറഞ്ഞപ്പോൾ സ്വന്തം നെറ്റിയിലടിച്ച് ഗാന്ധിജി നിലവിളിച്ചു. പിന്നീട് നഗ്നപാതനായി നവഖലിയുടെ ചോര വീണ മണ്ണിലേക്ക് ഗാന്ധി ഇറങ്ങി. 78-ാം വയസ്സിൽ 110 മൈലുകൾ നടന്നു, 48 ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആധികാരികത, തൻ്റെ മേൽ തന്നെ പുലർത്തുന്ന ആധിപത്യം. അതുകൊണ്ടാണ് പറയുന്നത്, നിയമജ്ഞനെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെ, ആധികാരികത ഉള്ളവനെ പോലെ ഈശോ പഠിപ്പിച്ചു. ഫലമോ കുഷ്ഠരോഗിയുടെ അശുദ്ധി മാറി ശുദ്ധി പടർന്നു പിടിക്കുന്നു. പോരാ, തളർവാദം പിടിച്ച ബാലൻ ആരോഗ്യത്തിലേക്ക്, ജീവനിലേക്ക് തിരികെത്തുന്നു. നേതൃത്വത്തിലിരിക്കുന്നവർക്ക് ആധികാരികത ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതാണ് പടർന്നു പിടിക്കുന്ന വിശുദ്ധിയും ആരോഗ്യവും ജീവൻ. നേതൃത്വത്തിലിരിക്കുന്നവർക്ക് ആധികാരികത ഇല്ലാതെ വരുമ്പോൾ ഇതിന് നേരെ വിരുദ്ധമായത് അശുദ്ധിയും അനാരോഗ്യവും മൃതാവസ്ഥയും പടർന്നു പിടിക്കും സമൂഹത്തിൽ ആകമാനം.